കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പട്ടികയെടുത്തൊന്ന് പരിശോധിച്ചാൽ മരണപ്പെട്ടവരുടെയും കൊലപാതകികളുടെയും പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് CPM-കാരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതികളായിട്ടുമുണ്ട്. എന്നാൽ അതിക്രൂരമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് CPM-കാർ മാത്രമാണ്. SDP-കാർ നടത്തിയ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം മാത്രമാണ് ഈ ക്രൂരതയ്ക്ക് ഒരു അപവാദം. പെറ്റമ്മയുടെയും കുഞ്ഞു പെൺമക്കളുടെയും കൺമുന്നിലിട്ട് ഒരാളെ ചുറ്റികയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരത സമാനതകളില്ലാത്തതാണ്. ഇനി CPM-കാരുടെ കാര്യമെടുത്താലോ, വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ജയകൃഷ്ണൻ മാസ്റ്റർ, വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടിനുറുക്കിയ ശരത് ലാലും കൃപേഷും, ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ അരിയിൽ ഷുക്കൂർ, 51 വെട്ടുകൾ വെട്ടി മുഖം പോലും വികൃതമാക്കിയ TP ചന്ദ്രശേഖരൻ, അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ. മിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു CPM-കാരൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുറപ്പാണ്. പ്രതികൾ CPM-കാരായിരിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ 9 കൊല്ലങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്ക് കുറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യം.